ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അവന്റെ ഒരു ഉണക്ക കാത്തി. ബേബി, സഞ്ജുവേട്ടൻ എന്ത് പണിയെ കാണിച്ചതെന്ന് അറിയാവോ? ഗിരിയേട്ടനെങ്ങാനും ഈ സത്യം പോലീസിനോട് പറഞ്ഞ സഞ്ജുവേട്ടൻ കൊലപാതക ശ്രമത്തിന് അകത്ത് പോവും. അവൻ സത്യം പറയാൻ സാധ്യതയില്ല. ആ സംഭവത്തിൽ എന്റെ കൈ മുറിഞ്ഞല്ലോ. അപ്പോ അവന്റെ പേരിലും കേസാവില്ലേ? സഞ്ജുവേട്ടനെ കുത്തിയെന്ന് ഗിരിയേട്ടൻ സമ്മതിച്ചാലും അത് സ്വയരക്ഷയ്ക്കാണെന്നും പറഞ്ഞ് രക്ഷപ്പെടാം. മാത്രമല്ല, ഗിരിയേട്ടനിപ്പം പീതാംബരന്റെ കൊലപാതകത്തിൽ ആരോപിതനാവാൻ പോവാ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നടന്നത് എന്താണെന്ന് പറയാൻ ഗിരിയേട്ടന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷെ സഞ്ജുവേട്ടൻ കുടുങ്ങും. സഞ്ജുവേട്ടന് വേണ്ടി നുണ പറഞ്ഞതുകൊണ്ട് ഞാനും കുടുങ്ങും. സോറി ബേബി, നിനക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. അല്ലെങ്കിലും സഞ്ജുവേട്ടൻ ചിന്തിച്ചിട്ട് എന്താ ചെയ്യാറുള്ളത്? ബേബി, സോറി. ബേബി പേടിക്കണ്ട. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനാവുന്ന ഞാൻ ആലോചിച്ചൊരു വഴി കണ്ടെത്തിക്കോളാം. അയ്യോ വേണ്ട, വെറുതെ വെളുക്കാൻ തേച്ചത് പാണ്ടായ അവസ്ഥയാവും. സഞ്ജുവേട്ടന്റെ കഴിവ് പ്രശ്നം ഉണ്ടാക്കുന്നതില്ല. അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാ മതി. പ്രശ്നം പരിഹരിക്കുന്നത് എന്റെ ജോലിയാണല്ലോ, അത് ഞാൻ തന്നെ ചെയ്തോളാം. ഓക്കെ ബേബി. ഇങ്ങനൊരു മൊണ്ണ. ആഹാ, ഇതാര്? ഗോപാൽജിയുടെ മരുമകളോ? എന്താണാവോ ഞങ്ങളുടെ ഇളിയ വീട്ടിലേക്ക് വരാൻ തോന്നിയത്? എന്തിനാ വെറുതെ ഇവളെ കളിയാക്കുന്ന അമ്മേ? ഇവളിപ്പോ ഒരു കുഞ്ഞു നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തില്. കുറെ നാള് കൂടിയിട്ടല്ലേ ഇവള് വീട്ടിലേക്ക് വരുന്നത്. അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക. നീ കഴിച്ചിട്ട് പോയാ മതി. ശരി. ഗിരിയേട്ടാ, പ്രീതി ഇവിടെ ഇല്ലേ? ഇല്ല, പീതാംബരന്റെ ഇൻഷുറൻസിന്റെ എന്തോ കാര്യത്തിന് വേണ്ടി പുറത്തുപോയി. എന്തേ? പീതാംബരം മരിച്ച ദിവസം എന്താ നടന്നേന്ന് സഞ്ജുവേട്ടൻ എന്നോട് പറഞ്ഞു. ഏട്ടന് സഞ്ജുവേട്ടനെ നന്നായിട്ട് അറിയാലോ. പൊട്ട ബുദ്ധിയാ. ഇല്ലെങ്കി പിന്നെ ഗിരിയേട്ടനായിട്ട് ഏറ്റുമുട്ടാൻ ഇറങ്ങിത്തിരിക്കോ? വെറുതെ ഏറ്റുമുട്ടാനല്ല, എന്നെ കൊല്ലാൻ വേണ്ടി അവൻ ശ്രമിച്ചത്. അതും ആണുങ്ങളെപ്പോലെ മുന്നിൽ നിന്ന് ആക്രമിച്ചിട്ടല്ല, അവൻ എന്നെ പുറകിൽ നിന്നാ കുത്തിയത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഗിരിയേട്ടൻ അമ്മയോടോ മഞ്ജുവിനോടോ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ അമ്മയോട് ഇക്കാര്യം പറഞ്ഞിരുന്നെങ്കിൽ നിന്നോടുള്ള പ്രതികരണം ഇങ്ങനെ ആയിരിക്കും തോന്നുന്നുണ്ടോ? ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. സഞ്ജുവേട്ടൻ ചെയ്ത തെറ്റിന് മാപ്പില്ലാന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ ഭർത്താവിനെ എനിക്ക് സംരക്ഷിച്ചല്ലേ പറ്റൂ. ഗിരിയേട്ടൻ ഇത് കേസാക്കിയ സഞ്ജുവേട്ടന് ഉറപ്പായിട്ടും ശിക്ഷ കിട്ടും. പോലീസുകാർ ചോദിക്കുമ്പോ ദയവ് ചെയ്ത് ഇതിനെ കുറിച്ചൊന്നും പറയരുത്. അങ്ങനെ പറഞ്ഞ ഗിരിയേട്ടനും പ്രശ്നമാവും. സഞ്ജുവേട്ടനും കാര്യമായിട്ട് മുറിവ് പറ്റിയിട്ടുണ്ട്. അടുക്കളയിൽ എന്നെ സഹായിച്ചപ്പോഴാണ് കൈ മുറിഞ്ഞതെന്ന് സഞ്ജുവേട്ടൻ പോലീസുകാരോട് നുണ പറഞ്ഞത്. ഗിരിയേട്ടനും അതുപോലെ എന്തെങ്കിലും നുണ പറഞ്ഞാ മതി. ഞാൻ കാതർക്കയുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലായിരുന്നു എന്നാ മഞ്ജുവിനോട് പറഞ്ഞിരിക്കുന്നത്. ഞാനത് തിരുത്തി പറയാന്ന് കരുതിയിരിക്കുമായിരുന്നു. അയ്യോ, അങ്ങനെയൊന്നും ചെയ്യരുത് ഗിരിയേട്ടാ. ഗിരിയേട്ടൻ നുണ പറഞ്ഞോന്ന് തോന്നിയ പോലീസുകാർക്ക് അപ്പൊ തന്നെ സംശയം തോന്നും. അവസാനം
അന്വേഷണം എവിടെ എത്താതാവുമ്പോ കേസ് ആരുടെ തലയിൽ കെട്ടിവെക്കാന്നായിരിക്കും അവർ ചിന്തിക്കുക. അപ്പോ ഗിരീട്ടന്റെ പേര് അവരുടെ മുമ്പിൽ തെളിഞ്ഞു വരും. അതുകൊണ്ട് മഞ്ജുവിനോട് പറഞ്ഞതിനി മാറ്റി പറയാൻ നിൽക്കണ്ട. അത് തന്നെ പോലീസുകാരോടും പറഞ്ഞാ മതി. അപ്പൊ ഗിരിയേട്ടനും സഞ്ജുവേട്ടനും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അമ്മ ഒറ്റയ്ക്ക് അടുക്കളയിൽ കഷ്ടപ്പെടുവാണല്ലേ? ഞാനൊന്ന് സഹായിക്കട്ടെ? ഞാൻ അടുക്കളയിൽ അമ്മയെ സഹായിക്കാൻ വരുമായിരുന്നു. വാ അമ്മേ. എന്താടാ അവള് പറഞ്ഞത്? ഒന്നുമില്ല. ഒരാവശ്യത്തിനല്ലാതെ അവൾ ഇങ്ങോട്ട് കയറി വരില്ലെന്ന് എനിക്ക് ഉറപ്പാ. നീ അവള് പറയുന്നത് കേട്ട് ഓരോന്ന് ചെയ്യാൻ നിൽക്കണ്ട. അത് നിനക്ക് തന്നെ പാരയായിട്ട് മാറും. എന്താ അമ്മേ സ്വന്തം മോളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളെ നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനെ പറയുന്നത്. നിന്റെ ഭാര്യയ്ക്കും ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനുമായിരിക്കണം നീ മുൻഗണന കൊടുക്കേണ്ടത്. വെറുതെ അവള് പറയുന്നത് കേട്ട് ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടണ്ട. ഓ, എല്ലാം തല്ലി പൊട്ടിച്ചു. അവളെ ഇന്ന് ഞാൻ കമൻ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? യെസ് മാഡം. വേറെന്തെങ്കിലും ലീഡുകൾ കിട്ടിയോ? ലൈക്ക് CCTV ഫുട്ടേജോ ദൃക്സാക്ഷികളോ മറ്റോ? ഇല്ല മാഡം. മാഡം, എനിക്ക് ഒരാളെ കൂടി സംശയമുണ്ട്. ആരെയാ? മഹിമയെ. ഇതെന്താണോ? താൻ മഞ്ജുവിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും സംശയമുണ്ടെന്നാണോ പറയാൻ വരുന്നത്? ഇവളുടെ കുടുംബക്കാരെല്ലാം കുറ്റവാളികളായത് എന്റെ കുറ്റം കൊണ്ടല്ലല്ലോ മാഡം. താൻ മഹിമയെ സംശയിക്കാൻ എന്താ കാരണം? മഹിമയുടെ അച്ഛൻ മാധവൻ സാറിനെ വണ്ടി ഇടിച്ചു കൊന്നത് പീതാംബരനാണ്. അതുകൊണ്ട് മഹിമയ്ക്ക് പ്രതികാരം ചെയ്യാൻ തോന്നാം. അത് മാത്രമല്ല, പീതാംബരൻ മരിക്കുന്ന ദിവസം രാവിലെ റോഡിൽ വെച്ച് മഹിമയും അയാളും തമ്മിൽ വഴക്കുകൂടിയിട്ടുണ്ടായിരുന്നു. മഹിമ പീതാംബരനെ കൊന്നുകളയൊന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും ഉണ്ടായിരുന്നു. ഇതിനൊക്കെ സാക്ഷികളുണ്ട്. അപ്പൊ മഹിമയെ ഒരു സസ്പെക്ട് ആയിട്ട് കരുതിക്കോളൂ. മാഡം, മഹിമയെ ചോദ്യം ചെയ്യാൻ എന്നെ അനുവദിക്കണം. ശരി, പക്ഷേ തന്റെ കൂടെ മഞ്ജുവും വരും. മാഡം, അതിന്റെ ആവശ്യമില്ല. ആവശ്യമുണ്ട്. തനിക്ക് മഞ്ജുവിന്റെ കുടുംബത്തോട് എന്തോ പ്രതികാര ബുദ്ധിയുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് തന്റെ ജോലിയെ ബാധിക്കാതിരിക്കാൻ ഇങ്ങനെ ഒരാൾ കൂടെ ഉള്ളത് നല്ലതാ. എന്നാ ചെല്ല്, ജോലി വേഗം നടക്കട്ടെ. യെസ് മാഡം. മഞ്ജു എന്നൊക്കെ താൻ ഓക്കെ അല്ലേ? അതെ മാഡം. ഗിരിയും മഹിമയൊക്കെ ഈ കേസിൽ ഉൾപ്പെട്ടതുകൊണ്ട് തനിക്ക് അന്വേഷണത്തിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ആവാം. വേണ്ട മാഡം, ഞാൻ എന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്നെ മാറ്റിക്കോളൂ. അതുവരെ ദയവ് ചെയ്ത് എന്നെ അന്വേഷണത്തിൽ നിന്ന് മാറ്റരുത്. അതെന്റെ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നും. പീതാംബരന്റെ കേസ് പഠിച്ചപ്പോഴാണ് മാധവൻ സാറിന്റെ കൊലപാതകവുമായി ഈ കേസിന് എന്തോരം ബന്ധമുണ്ടെന്ന് വ്യക്തമാകുന്നത്. നാട്ടുകാർക്കും പോലീസിനും ഇടയിൽ മാധവൻ സാറിനെ കൊന്നത് ഗിരിയാണെന്നൊരു സംസാരമുണ്ട്. എന്റെ അച്ഛനെ കൊന്നത് ഗോപാലനാണ് മാഡം. എന്നെങ്കിലും ഒരിക്കൽ ഞാനത് തെളിയിക്കും. പിന്നെ ഈ അനാവശ്യം പറയുന്നവരുടെ എല്ലാം നാ പറഞ്ഞു.